നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഉഷാറായിരുന്നോ? വിരുന്നൊക്കെ പോയോ? ഹാപ്പി ആയിരുന്നു. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ സ്കൂളിൽ വരാം. നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണാം. ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാം. അല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ എനിക്ക് എന്താ വേണ്ടേ? ഒരു കഥ കേട്ടാലോ? ഇഷ്ടമാണോ? കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ടീച്ചർ ആരുടെ കഥ പറയാൻ പോകുന്നറിയോ? ആരതാ ബിഗ്ഗസ്റ്റ് ആനിമൽ ഓഫ് ദ ലാൻഡ്? എലിഫന്റ്. വെരി ഗുഡ്. ഒരു എലിഫന്റിന്റെ കഥ കേൾക്കാം. അതിൻ്റെ കൂടെ നോട്ടി ആയിട്ടുള്ളൊരു മങ്കിയുടെ കഥ. ആരാ മങ്കി പറഞ്ഞാൽ? വെരി ഗുഡ്. കുരങ്ങൻ. ഒരു ആനയുടെ ഒരു കുരങ്ങൻ്റെ കഥയാണ് ടീച്ചർ പറയാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. റെഡിയല്ലേ? ഒരു കാട്ടില് ആനപ്പാപ്പാൻ ആനയെ കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ട് വന്നെന്നറിയോ? ആ കാട്ടിൽ നിൽക്കുമ്പോൾ അതൊക്കെ ലോറിയിൽ കയറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആനപ്പാപ്പാൻ ആ കാട്ടിൽ വന്ന് എന്ത് ചെയ്തു? ആനയിൽ ഒരു മരത്തിൽ ചന്തയിൽ തളച്ചിട്ടു. എന്നിട്ട് ആനയ്ക്ക് കഴിക്കാൻ വേണ്ടി കുറേ പട്ടയൊക്കെ ആനയുടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. ആന ആ പട്ടയൊക്കെ നിന്ന് സുഖമായിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. അപ്പം ആനപ്പാപ്പനും കുറേ ജോലിക്കാരൊക്കെ മരം മുറിക്കാൻ വേണ്ടി ദൂരെ മരങ്ങളെടുത്ത് പോയി. സമയത്ത് ആ കാട്ടിലേക്ക് ഒരു വൃത്തിയായിട്ടുള്ളൊരു മങ്കി വന്നു. കുരങ്ങൻ വന്നു. ആ കുരങ്ങിനെ എന്ത് ചെയ്തു? ആനയെ കണ്ടപ്പോൾ കുരങ്ങിനെ കുസൃതി ചെയ്തു. ഈ ആനേനെ പിടിക്കാനില്ല. അങ്ങനെ നമ്മുടെ കുരങ്ങിന് എന്ത് ചെയ്യുന്നറിയോ? ആ മരത്തിലുള്ള കായ പറിച്ചിട്ട് ആനയെ എറിയാൻ പറഞ്ഞു. അങ്ങനെ ആനയെ എറിഞ്ഞപ്പോൾ ആനയ്ക്ക് എന്താ സംഭവിക്കുക? പറയൂ.
ഉടനെ ആനയ്ക്ക് ദേവിക്കും. ആന പറഞ്ഞു കുരങ്ങിൻ്റെ അടുത്ത്, ഞാൻ പിന്നെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, എന്നാ നീ എന്നെ എല്ലാം ഉപയോഗിക്കുന്നതെന്ന്. കുരങ്ങൻ അത് കേട്ടപ്പോൾ കൂടുതൽ സന്തോഷം. കൂടുതൽ വീണ്ടും കുരങ്ങൻ വീണ്ടും കാല് പ്രാവശ്യം ആനയെ എറിയാൻ തുടങ്ങി. അങ്ങനെ എറിയാൻ തുടങ്ങിയപ്പോൾ ആന കുറേ പ്രാവശ്യം പറഞ്ഞു നോക്കി, വേണ്ട അതിനെ ഉപയോഗിക്കേണ്ട എന്ന് കുറേ പ്രാവശ്യം പറഞ്ഞു. പക്ഷെ കുരങ്ങൻ കേട്ടില്ലേ. അപ്പൊ എന്താ സംഭവിച്ചത്? ആനയ്ക്ക് എന്ത് വരും? ദേഷ്യം വരും. ആനയ്ക്ക് ദേഷ്യം വന്നു. ആന എന്ത് ചെയ്തു? അതിന്റെ തുമ്പിക്കൈ ഉയർത്തി മരത്തിന്റെ കൊമ്പിൽ പിടിച്ചിട്ട് ശക്തിയായിരുന്നു കുറിക്കും. അപ്പൊ എന്താ സംഭവിച്ചതെന്നറിയോ? ആ മരത്തിന്റെ കൊമ്പിൽ ഒരു തേനീച്ചക്കൂടുണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? തേനീച്ചക്കൂട്. തേനീച്ചക്കൂടിൽ ആരാണ്ടാകാം? ആ തേനീച്ചകള്. ആ കൊമ്പിലിരിക്കുന്ന തേനീച്ചകളൊക്കെ പേടിച്ചു പോയി. അത് എന്ത് വിചാരിച്ചു? ആരോ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നുണ്ട് അല്ലേ? എന്നിട്ട് അവരെല്ലാവരും ആ കൂട്ടിൽ നിന്ന് പുറത്ത് വന്നു നോക്കിയപ്പോൾ ആരെയാ കണ്ടത്? ആ മങ്കീനെ, കുരങ്ങനെയാണ് കണ്ടത് അല്ലേ? ഈ കുരങ്ങനാണ് നമ്മളെ ഉപദ്രവിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് തേനീച്ചകളെല്ലാവരും എന്ത് ചെയ്തു? ഈ കുരങ്ങന്റെ കണ്ണിലും മൂക്കിലും വേഗത്തും എല്ലാം കുത്താൻ തുടങ്ങിയില്ലേ? തേനീച്ചയുടെ കുത്ത് കിട്ടിയാൽ എന്താ സംഭവിക്കുക? വേദനിക്കൂല്ലേ? നല്ല വേദന, നെഞ്ചിലും വേദനയൊക്കെ അനുഭവിച്ചു. അതിൽ കുരങ്ങൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അടുത്ത റൂമിലേക്ക് ചാടി. തേനീച്ചകൾ പിന്നാലെ ചെന്നു. അങ്ങനെ കുരങ്ങൻ അടുത്ത റൂമിലേക്ക് അങ്ങനെ മരത്തിൽ മാറി മാറി ചാടി ചാടി ആ കാട്ടിൽ നിന്ന് ദൂരേക്ക് പോയിട്ടേ കുരങ്ങന്റെ പിന്നാലെ തേനീച്ചകൾ ചെന്നു. അങ്ങനെ കുറേ ദൂരെ പോയപ്പോൾ തേനീച്ചകളില്ലാതെ തിരിച്ചു വന്നു. അവരുടെ കൂട്ടിൽ കയറി സുഖമായിട്ടിരുന്നു. ആനയ്ക്കും സന്തോഷമായി. എന്താ കാരണം? ഇനിയിപ്പോ എങ്ങനെയാ ഉപദ്രവിക്കോ? ഇല്ല അല്ലേ? ആനയ്ക്കും സന്തോഷമായി. അങ്ങനെ സുഖമായിട്ട് പട്ടിക്കത്തുന്നവിടെ ഇരുന്നു. ഈ കഥയിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? എന്താ മനസ്സിലാക്കാൻ പറ്റുക? നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്ന് പറയും കേട്ടിട്ട്? നമ്മൾ ആര് വികൃതി കാണിക്കരുത്, ഉപദ്രവിക്കരുത് അല്ലേ? ഒരാളിന്റെ രീതിയിൽ നമ്മൾ ഉപദ്രവിക്കരുത് എന്ന കാര്യമാണ് നമുക്ക് ഈ കഥയിൽ മനസ്സിലായത് അല്ലേ? ഇഷ്ടമായോ? കഥ ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായോ? നമ്മൾ വീട്ടിൽ പോയിട്ട് അമ്മയ്ക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കുമോ? ആരൊക്കെ പറഞ്ഞു കൊടുക്കും? എല്ലാവരും പറഞ്ഞു കൊടുക്കും. ഓക്കെ. അപ്പൊ ഇനി നമുക്കൊരു പാട്ട് പാടിയാലോ? പാടാം. ആരുടെ പാട്ട് പാടാൻ വരുന്നേ? ഇവിടെ നിന്നിട്ടാണോ അതോ നമുക്ക് ഇവിടെ നിന്നിട്ട് പാടണം? എങ്ങനെയുണ്ട്? ഇവിടെ നിന്നിട്ടാണോ പാടുന്നത്? നാളെ ഓഫീസ് സ്റ്റാൻഡ് ഉറക്കെ പാടണം കേട്ടോ. ഏത് പാട്ടാ? ലണ്ടൻ ബ്രിഡ്ജിന്റെ പാട്ട് പാടാം. ഓക്കെ. എന്നാ ഉറക്കെ പാട്ട് കേൾക്കട്ടെ.
ഇന്നുവരെ ടീച്ചറിൻ്റെ കൂടെ ഇവിടെ ക്ലാസ്സിൽ എത്തിയ എല്ലാ കുട്ടികൾക്കും പ്രത്യേക നന്ദി കേട്ടോ ടീച്ചർ. നമുക്ക് ഓരോ സ്വീറ്റ്സ് കഴിച്ചിട്ട് തിരിയാം. ഓക്കെ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ തുറക്കും. എല്ലാവരും ഹാപ്പി ആയിട്ട് സ്കൂളിലേക്ക് വരണം കേട്ടോ. ഓക്കെ, ഉണ്ടാവും സ്കൂൾ വാനിൽ വരണം. ഓക്കെ ഓക്കെ, ബൈ. എല്ലാവരും നിങ്ങൾക്ക് താങ്ക്സ് പറയുക. നിങ്ങളെ പോലെ നമ്മുടെ സ്കൂളിൽ കുട്ടികളിലൂടെ വന്ന് പഠിച്ച് വലിയ ആളാണ് കണ്ടോ കണ്ടോ. നിങ്ങളെ പോലെ നമ്മുടെ സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടികൾക്കൊക്കെ ആയാലും നമസ്കാരം, എൻ്റെ പേര് ലീല. ഞാൻ 1990 ഇവിടെ KG ടീച്ചറായിട്ട് ജോലി ചെയ്തത്. ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ ആദ്യം താമസിച്ചിരുന്ന അരിയിലായിരുന്നു. പിന്നെ അവിടെ അടുത്ത സ്കൂളിൽ LP സ്കൂളിലാണ്, അരിയ സ്കൂളിലാണ്, LP സ്കൂളിലാണ് ഞാൻ LP പഠിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബോയ്സ് ഹൈ സ്കൂളിൽ UP 8ാം ക്ലാസ് വരെ ബോയ്സ് ഹൈ സ്കൂളിൽ പഠിച്ചു. പിന്നീട് 9, 10 ഗേൾസ് ഹൈ സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് LPTCക്ക് ചേരുന്നു. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് ജോലിക്ക് കയറി. അപ്പോൾ ആദ്യം ഞങ്ങൾ LPTCൻ്റെ സമയത്ത് ട്രെയിനിങ് സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഭർത്തകവി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരും അവരുടെ ഹസ്ബൻഡും കൂടെ തൂരൊരു നഴ്സിംഗ് സ്കൂൾ തുടങ്ങിയിരുന്നു. അപ്പോൾ അവിടെ ഒരു ടീച്ചർ വേണം പറഞ്ഞിട്ട് ആദ്യം തന്നെ ഞാൻ അവിടെയാണ് ജോയിൻ ചെയ്തിരുന്നത്. ഒരു 3 വർഷം അവിടെ ജോയിൻ ചെയ്തു. പിന്നെ അടുത്ത വേണു സാറ് നല്ല സപ്പോർട്ടായിരുന്നു. എനിക്ക് ട്രെയിനിങ്ങിന് പോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസും ഒരു പ്രാക്ടീസും കൂടിയായിരുന്നു ആ ജോലി എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ വിവാഹം. പിന്നെ ഹസ്ബൻഡ് ദേവദാസൻ ഒപ്റ്റിക്കൽസിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ എൻ്റെ 2 മക്കളാണുള്ളത്. പിന്നെ സൗമ്യ, സാന്ധ്യ. അവർ രണ്ടുപേരും ഈ സ്കൂളിൽ തന്നെയാണ് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളത്. അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് അവരവരുടെ വീടുകളിൽ സുഖമായിട്ട് താമസിക്കുന്നു. പിന്നെ ഈ സ്കൂളുമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ പിന്നെ ആദ്യമൊക്കെ ഞാൻ സ്കൂളിലേക്ക് 9നും 10നൊക്കെ നമ്മുടെ സ്കൂളിൽ ഗേൾസിലായിരുന്നു. ആ സമയത്ത് നമ്മുടെ സ്കൂളിൻ്റെ മുന്നിൽ കൂടിയാണ് പോയിരുന്നത്. അന്നൊക്കെ കൗതുകത്തോടും കൂടെ നോക്കിയിരുന്ന സ്കൂളായിരുന്നത്. പിന്നെ അവിടെ എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പിന്നെ നീന്ന് പറയും. അപ്പോൾ അവരുടെ അമ്മ ഈ സ്കൂളിൽ തന്നെ നഴ്സറിയിൽ ആരെയായിട്ടും ഹോസ്റ്റലിൽ സ്റ്റാഫായിട്ടും കൂടെ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവരെ കാണാൻ വേണ്ടി അവരുടെ കൂടെ വീടിൻ്റെ കൂടെ ഞാനിവിടെ പല പ്രാവശ്യം സ്കൂളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പരിചയമാണ് ഉണ്ടായിരുന്നത് ആദ്യമായിട്ട് സ്കൂളിലേക്ക് വരുന്നത്. പിന്നെ അതിന് മുമ്പേ UPയിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ ഞങ്ങളുടെ നൈബറായിട്ട് അതിനെ കുട്ടികൾ ഇവിടെ പഠിച്ചിരുന്നു. അപ്പം അങ്ങനെ ഈ സ്കൂളിൽ ആനുവൽ ഡേ രാത്രിയിലായിരുന്നു പ്രോഗ്രാമൊക്കെ നടത്തിയിരുന്നത്. അപ്പം അങ്ങനെ സ്കൂളിൽ വന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഞങ്ങൾ ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതും ഈ സ്കൂളിൽ തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് തൂര് 3 വർഷം ജോലി ചെയ്തത്. പിന്നെ അതിനുശേഷം പിന്നെ അരീഡായ സ്കൂളിൽ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള അരീഡായ സ്കൂളിൽ ഞാൻ പഠിച്ച സ്കൂൾ തന്നെയായിരുന്നു. അവിടെ ജോയിൻ ചെയ്തു. അവിടെ ജോയിൻ ചെയ്ത സമയത്ത് അങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു ഒഴിവുണ്ട് എന്നുള്ളത് അറിയുന്നത്. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന നഴ്സിംഗ് ടീച്ചറായ വസന്ത ടീച്ചറുടെ ഒഴിവിലേക്കാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ടീച്ചർ മേഡിയേറ്റുമായിട്ട് ബന്ധപ്പെട്ട് 1 വർഷം ലീവായിരുന്നു. ആ ലീവിലേക്കാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അവിടുന്ന് അരീഡായ സ്കൂളിൽ എനിക്ക് പോരാനത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. എങ്കിലും സ്ഥിരമായൊരു ജോലി വേണം. ഇതിനകത്ത് എല്ലാവരും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കുട്ടികളെ ചേർക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അങ്ങനെ നമുക്കവിടുത്തെ നിലനിൽപ്പ് ഒരു സംശയം കൊണ്ട് നമ്മൾ സ്ഥിരമായൊരു ജോലി അത്യാവശ്യമായതുകൊണ്ട് ഇവിടെ നല്ലൊരു ജോലി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ശ്രമിച്ചു. അന്നിവിടെ സാറായി വന്നിരുന്ന പിന്നെ സദാശിവ സാറ് നിങ്ങളുടെ രാജകാരണിയാണ്. സാറിന് ഞാൻ പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത് അറിഞ്ഞത്. അങ്ങനെ അവിടെ ജോയിൻ ചെയ്തു. ആ സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്, നല്ല സ്റ്റാൻഡേർഡുള്ള സ്കൂളാണ്. വരുമ്പോൾ അതിൻ്റേതായ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 3 വർഷം ഞാൻ ജോലി ചെയ്തൊരു
അതായിരുന്നു ആകെയുള്ള ഒരു ധൈര്യം. പിന്നെ നമ്മുടെ ട്രെയിനിങ് സമയത്ത് നമ്മുടെ ട്രെയിനിങ് ടീച്ചറായിരുന്ന ലീല ടീച്ചർ, പിന്നെ അതിനുശേഷം ഇവിടെ PG ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ ടീച്ചറും ഇവിടെ ഉണ്ടെന്നുള്ള ഒരു സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന ശേഷം എല്ലാവരും ടീച്ചേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു, എല്ലാ സ്റ്റാഫും. വരുന്ന സമയത്തുള്ള പ്രിൻസിപ്പൾ ഗ്രൂപ്പ് സാറായിരുന്നു. സാറും ഇതുപോലെ നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടെ തന്നെ ഇതുവരെ തുടർന്നുകൊണ്ടിരിക്കുന്നു. വരുന്ന സമയത്ത് ഇതുപോലെ വിജയമ്മ ടീച്ചറും ലീല ടീച്ചറുമായിരുന്നു UKG ടീച്ചേഴ്സ്, LKG നളിനി ടീച്ചർ. ഇതൊക്കെയാണ് പറയാനുള്ളത്. അതിനുശേഷം ഭാസ്കരൻ സാറ് അതുപോലെ പല പ്രിൻസിപ്പൽ സാറും ഇവിടെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്റ്റാഫും എല്ലാ പ്രിൻസിപ്പളും ഇതുപോലെ നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥിക്ക് വേണ്ടി നന്നായിട്ട് പഠിപ്പിക്കലും എല്ലാ സപ്പോർട്ടും തരുന്നവരൊക്കെ ആയിരുന്നു. അതുകൊണ്ട് 3 വർഷം എനിക്ക് ജോലി ചെയ്യാൻ സാധിച്ചു. പിന്നെ നമ്മുടെ ഏതൊരു സ്കൂളിൻ്റെയും ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് ആ സ്കൂളിലെ പ്രിൻസിപ്പളും അതുപോലെ ടീച്ചേഴ്സും അതുപോലെ പാരൻസിനും എല്ലാവർക്കും നല്ല പങ്കുണ്ട്. അപ്പം നമ്മുടെ PTA വളരെ പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. ഇതുവരെയുള്ള എല്ലാ PTAയും വളരെ ശക്തമായിട്ട് തന്നെ സപ്പോർട്ടോട് കൂടിയവർ തന്നെയായിരുന്നു. പിന്നെ ആ കൂട്ടത്തിൽ നമ്മുടെ ബാലേട്ടൻ, അപ്പം അദ്ദേഹം ജീവിച്ചിട്ടില്ല, ബാലേട്ടനൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അതുപോലെ പിന്നെ ഭാരതാവലി പറഞ്ഞിട്ടുള്ള ആ സാറ് ഒക്കെ നല്ല സപ്പോർട്ടായിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ രവിയേട്ടനെ കുറിച്ച് ഞങ്ങളെല്ലാവരും ഇപ്പോഴത്തെ നമ്മുടെ PTA പ്രസിഡന്റ് ഒരുപാട് എഴുതിയിരുന്ന സാറ് ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ രവിയേട്ടൻ എന്നാണ് വിളിക്കാറ്. അപ്പോൾ രവിയേട്ടനെ കുറിച്ച് ഗ്രാമീണ സംസാരിക്കാൻ വിചാരിക്കുന്നത് കാരണം പിന്നെ അത്രയും നല്ലൊരു സപ്പോർട്ടാണ് സാറിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു PTA പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, സ്കൂളിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒരേപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാറാണ്. രാത്രി പകലൊന്നുമില്ല, എന്താവശ്യത്തിനും എപ്പോഴായാലും നമ്മുടെ സ്കൂളിൽ വരികയും നേരിട്ട് വരികയും അതുപോലെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും ടീച്ചേഴ്സിനാണെങ്കിലും ഒക്കെ തന്നുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ വിശേഷപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. പിന്നെ സാറിന് നമ്മൾ ഈ 27-ാം തീയതി ജൂലൈ 27-ാം തീയതി നമ്മൾ ഒരു അലുമിനിയുടെ ഇവൻറ്റ് നടത്തുന്നു, ഒരു സംഗമം നടത്തുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി തരാൻ വേണ്ടി നമ്മുടെ സാറും നമ്മുടെ പ്രിൻസിപ്പൽ സാറും സാറിൻ്റെ ഒപ്പം ഇതുപോലെ തന്നെ നമ്മുടെ ഹെവിയേറ്റും ഒക്കെ ഈ നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലും ഇപ്പോൾ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷത്തിൽ നമ്മുടെ പാരൻസും അതുപോലെ പിന്നെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളെയും കൂടി ഉൾപ്പെടുത്തണമെന്നും ആ ഒരു കൂട്ടായ്മ നമ്മുടെ സ്കൂളിൽ വേണമെന്നുള്ള ഒരാഗ്രഹം ആ ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമുക്ക് ഇതുപോലൊരു ഒരു സംഗമം നമുക്ക് കൂടാൻ സാധിക്കുന്നത്. അപ്പം അതിന് മുൻകൈയെടുത്ത രവിയേട്ടൻ പ്രിൻസിപ്പൽ സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. അതിന് സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ള മിഥുൻ അതുപോലെ മറ്റ് പലരും എല്ലാവരുടെയും പേര് ഞാനിത് പറയുന്നില്ല. അതിന് സപ്പോർട്ടായി നിൽക്കുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പിന്നെ നമ്മൾ 14 വർഷമായി ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയും വർഷം നമ്മൾ പഠിപ്പിച്ച നമ്മുടെ കുട്ടികൾ പലരും നല്ല രീതിയിൽ നല്ല ഉയർന്ന സ്ഥാനങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമാണ്. പിന്നെ കുറേ പേര് ഡോക്ടർമാരായിട്ടും അതുപോലെ എഞ്ചിനീയർമാരായിട്ട് ബാങ്കിൽ അതുപോലെ ബിസിനസ് ചെയ്യുന്നവർ ഇങ്ങനെ പലരും നല്ല ഉയർന്ന നിലയിൽ തന്നെ ജീവിക്കുന്നു എന്ന് അറിയുന്നതിലും സന്തോഷമുണ്ട്. ചിലരൊക്കെ കോൺടാക്ട് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ പലപ്പോഴും സ്കൂളിൽ നിന്നൊക്കെ പോകുമ്പോഴും പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് നമ്മൾ പഠിച്ച കുട്ടികളെ കാണുമ്പോൾ അവരുടെ ടീച്ചറെ എന്നുള്ള വിളി അത് നമുക്ക് വളരെ സന്തോഷം നൽകുന്നത് തന്നെയാണ്. പിന്നെ ചിലരൊക്കെ ഇങ്ങനെ വിളിച്ച് പറയും, നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുട്ടികളെ മനസ്സിലാവാൻ പറ്റുന്നില്ല. കാരണം അവരൊക്കെ പെട്ടെന്ന് വളർന്ന് വലിയവരായി മാറുന്നത്. നമുക്കൊരു മാറ്റം വരുന്നില്ലെങ്കിലും കുട്ടികൾക്ക് പെട്ടെന്ന് മാറ്റം വരുമ്പോൾ നമ്മൾ അവരെ തിരിച്ചറിയേണ്ടതില്ല. എങ്കിലും അവർ നമ്മളോട് ടീച്ചറെ വിളിക്കുമ്പോഴും ആ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും പലരെ ഓർമ്മ വരാറുണ്ട്. അതുപോലെ അവർ പരിചയപ്പെടുത്തും, ഞാൻ
സന്തോഷമായിരിക്കും, നല്ലൊരു സന്തോഷം. നമ്മൾ വരുന്ന സമയങ്ങളിൽ നമ്മുടെ നഴ്സറി നമ്മുടെ നേരെ തൊട്ട് മുൻപിലുള്ള ഭാഗങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് സാധാരണ കൊണ്ടിട്ടുള്ള ചെറിയൊരു ബിൽഡിംഗ് ആയിരുന്നു. പിന്നെ അതിനോട് ചേർന്ന് തന്നെ പിന്നെ കുട്ടികൾക്ക് കൈ കഴുകാനും നേരെ സൈഡിലായിട്ടൊക്കെ ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇരിക്കുന്ന നഴ്സറി സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സിൽവർ ജൂബിലിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു കെട്ടിടം ഈ രീതിയിൽ, അന്നത്തെ ഈ കെട്ടിടം ഈ രീതിയിലായിട്ടുള്ളത്. മുൻപ് ഞാൻ വരുന്ന സമയങ്ങളിൽ ഇതൊക്കെ ഹോസ്റ്റലിൻ്റെ ഭാഗമായി. ഇവിടെ ഇവിടുന്ന് നേരെ ആ ഹോളിൽ വരെ ഹോസ്റ്റലിൽ ഇവിടെ ഫുഡ് കഴിക്കുന്ന ലഞ്ച് ഹോളായിരുന്നു. പിന്നെ ഇവിടെ നിങ്ങളുടെ സൈഡിലേക്കൊക്കെ അവിടെ കിച്ചണും കാര്യങ്ങളൊക്കെ. അതുപോലെ ഈ ബിൽഡിങ്ങിനും നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ ബിൽഡിങ്ങിനും സൈഡിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് കൂടെയാണ് പുറകിലായിരുന്നു നമ്മുടെ കുട്ടികളുടെ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. ഈ ക്ലാസ്സൊക്കെ പുറകിലായിരുന്നു. ആ സൈഡിൽ കൂടെയാണ് കുട്ടികളൊക്കെ പോവുക. അപ്പം അന്നൊക്കെ തോന്നിയിട്ടൊരു ബിൽഡിങ്ങായിരുന്നു. സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളമൊക്കെ വീഴും, ആൾക്കാരൊക്കെ ആകുമ്പോൾ മഴ പെയ്തുകൊണ്ട് അങ്ങനെ സൈഡിൽ കൂടെയൊക്കെ ആ കുടയും ചൂണ്ടി ആ സൈഡിൽ കൂടെ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ ഒരു കാഴ്ച തന്നെയായിരുന്നു. അപ്പോൾ സിൽവർ ജൂബിലിയുടെ ഭാഗമായിട്ട് നമ്മളെ ഇന്നത്തെ ഈ കാണുന്ന കെട്ടിടമായിട്ട് മാറി. അത് നമ്മൾ സിൽവർ ജൂബിലി നല്ല ഒരു ആഘോഷത്തോടുകൂടി നമ്മൾ ആഘോഷിച്ചതാണ്. പിന്നെ ഇപ്പോൾ ഈ ഗോൾഡൻ ജൂബിലി നമുക്ക് അതുപോലെ തന്നെ ഗംഭീരമായി ആഘോഷിക്കാൻ സാധിക്കട്ടെ. പിന്നെ ഞാനിവിടെ ജോയിൻ ചെയ്തത് LKG ക്ലാസ്സിൽ തന്നെയായിരുന്നു, ടീച്ചറായിട്ടായിരുന്നു. അപ്പോൾ LKG കുട്ടികളെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അമ്മയുടെ സാരിത്തുമ്പിൽ ഒതുങ്ങി കൂടിയിരുന്ന മക്കളാണ്. പലരും മറ്റെവിടെയും പോയി പരിചയിക്കാത്ത കുട്ടികളൊക്കെ ആയിരുന്നു. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ വീട്ടിൽ നിന്ന് അമ്മേനെ നിന്ന് വിട്ട് നിൽക്കുമ്പോഴുള്ള ഒരു പ്രയാസം കുട്ടികളിൽ കൂടുതൽ കാണാറുണ്ടായിരുന്നു. മുമ്പൊക്കെ പിന്നെ 2-3 മാസത്തോളം കുട്ടികൾ കരച്ചിലും കഴിച്ചിലൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. പിന്നെ അപ്പോൾ നമ്മളൊരു അമ്മയുടെ സ്നേഹത്തോടു കൂടെ തന്നെ അവരെ ചേർത്ത് പിടിക്കുകയും കൊഞ്ചിക്കുകയും കളിപ്പിക്കുകയും പാട്ടിലൂടെയും കഥകളിലൂടെയും ഒക്കെ അവരെ നമ്മുടെ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കാനുള്ള ഭാഗത്തിലാക്കി കുട്ടികളെ മാറ്റിയെടുക്കും. പിന്നെ അതുപോലെ കുട്ടികളാണെങ്കിൽ ഇപ്പോൾ ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വാരി കൊടുത്തും അങ്ങനെയൊക്കെ ശീലിക്കുന്ന കുട്ടികളാണ്. അവർക്ക് നമ്മളൊരു അമ്മയുടെ സ്നേഹത്തോടെ കൂടെ തന്നെ കഥ പറഞ്ഞും പാട്ടുപാടിയും ഒക്കെ ഭക്ഷണം വാരി കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ അവർ നമ്മുടെ ഒരു അമ്മയുടെ ഒരു സ്നേഹം നമ്മളിൽ നിന്ന് കിട്ടുമെന്ന് മനസ്സിലാക്കുമ്പോൾ അവരുടെ ആ സങ്കടവും പ്രയാസങ്ങളും എല്ലാം മാറും. പിന്നീട് അവർക്ക് സ്കൂളിൽ വരണം, സ്കൂളില്ലേ എന്നുള്ള ഒരു സങ്കടമാണ് പിന്നീട് കുട്ടികളുണ്ടാകും. അപ്പോൾ അങ്ങനെ പതുക്കെ മാറ്റിക്കൊണ്ടുവരും. പതുക്കെ പഠിപ്പിക്കാനൊക്കെ തുടങ്ങും. പാട്ട്, കഥകൾ, ചിത്രങ്ങൾ, പിന്നെ ചിത്രം വരച്ചു കൊടുക്കുകയും അതുപോലെ കളിപ്പിക്കുകയൊക്കെ ചെയ്യും. പിന്നെ കളിക്കാൻ ചെറിയ ഗ്രൗണ്ടൊക്കെയാണ് നമുക്ക് അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ പുറകിലൊക്കെ നല്ല ഗ്രൗണ്ട് ഉണ്ട്. ചെറിയ കുട്ടികളാകുമ്പോൾ അവിടെ വിടാറുണ്ട്. ചെറിയ കുട്ടികളൊക്കെ നമ്മൾ പരമാവധി ഏതെങ്കിലും ഒരു റൂം ഒഴിവാക്കി അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോയിട്ട് പിന്നെ വെയിലില്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ ഗ്രൗണ്ടിലൊക്കെ ഒന്ന് കളിപ്പിക്കും. പിന്നെ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കളിപ്പിക്കാറ്. പിന്നെ മുമ്പത്തെ പോലെ 2-3 മാസമൊന്നും മുമ്പത്തെ കുട്ടികളും അങ്ങനെ കരച്ചിലില്ല. അപ്പോൾ വന്നാൽ ഒരാഴ്ച വളരെ അപൂർവ ചില കുട്ടികൾ മാത്രം ഒരു കഷ്ടിച്ച് 2 ആഴ്ചയൊക്കെ കരച്ചിലുണ്ടായിരിക്കും. അപ്പോൾ പിന്നെ അവരെല്ലാവരും പെട്ടെന്ന് തന്നെ നമ്മളോട് ഇണങ്ങുന്നു, ഫ്രണ്ട്സുമായിട്ട് കൂട്ടുകൂടുന്നു. അങ്ങനെ പെട്ടെന്ന് ക്ലാസ്സുമായിട്ട് ചോദിച്ചു. ജൂലൈ 27 പിന്നെ നമ്മുടെ ആരോഗ്യ ഗ്രൂപ്പിൻ്റെ സംഗമം നടക്കുകയാണല്ലോ. അപ്പോൾ അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ പരമാവധി എല്ലാവരും നമുക്ക് പങ്കെടുക്കണം. പിന്നെ ഇതുപോലുള്ള കൂട്ടായ്മകളൊക്കെ നമ്മുടെ മനസ്സിൽ എന്നും ഒരു ഓർമ്മയായിട്ട് ഒരു സന്തോഷ നിമിഷങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ നിന്നുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സിനെയും അതുപോലെ ടീച്ചേഴ്സിനെയും ഒക്കെ കാണാൻ പറ്റുക, അവരുടെ കൂടെ ഒരു ദിവസം ചെലവഴിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ വളരെ അപൂർവമായി നമുക്ക് കിട്ടുന്ന ഒരു നിമിഷങ്ങളാണ്. അപ്പോൾ പരമാവധി എല്ലാവരും നമുക്ക് പങ്കെടുക്കുക. എല്ലാ സപ്പോർട്ടും എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണം. ഞാനും എനിക്ക് കഴിയുന്ന രീതിയിൽ അതിൽ പങ്കെടുക്കുകയും സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ പോലെ നമ്മളെയൊക്കെ ഓർക്കുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. പിന്നെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ജഗദീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്കെല്ലാവർക്കും ജീവനിൽ ഒന്നിച്ച് കാണാൻ പറ്റുന്നതിന് കരുതുന്നു. ആ സന്തോഷം നിമിഷം നമുക്കെല്ലാവർക്കും സന്തോഷമായിട്ട് തന്നെ പങ്കിടാം. ഇവരൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളാണ്. ഇതിലെല്ലാ കുട്ടികൾക്കൊന്നും എത്താൻ സാധിച്ചിട്ടില്ല. മുകളിൽ എൻ്റെ അടുത്ത് തന്നെ ഉള്ളത് ദീക്ഷിത്, അടുത്തത് ദേവാൻഷ്, ആദിത്യ ദീപക്, ദക്ഷ ദീപകിൻ്റെ ബ്രദറാണ് ആദിത്യ ദീപക്. താഴെ ആദിഷ്, ഐശ്വര്യ, ആവണി, പാർവതി, ജോൺ ജോർജ്.
പിന്നെ തൊട്ടടുത്ത് തന്നെ ഉള്ളത് കൃഷ്ണകുമാരി. വർഷങ്ങളായിപ്പം നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ ആയയായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു.